നമ്മൾ ഇന്നലെ വയനാട് മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ടർ സംഘം നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടത്. അവിടെ സ്ട്രെച്ചറുകൾ, അതേപോലെ കട്ടിലുകൾ, ട്രോളികൾ, അതേപോലെ ഈ വസ്ത്രം അലക്കുന്നതിനുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. തുരുമ്പെടുത്ത് നശിക്കുന്നു. വയനാട്ടിലാണെങ്കിൽ കുന്നുകൂട്ടിയിട്ട് തുരുമ്പെടുത്ത് നശിക്കുന്നു. തിരുവനന്തപുരത്താണെങ്കിൽ രോഗികൾക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലുമില്ല. ഇപ്പോൾ ചില കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയിൽ കിടക്കുന്നത് 100-ന് മുകളിൽ രോഗികളാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് കണക്കെടുപ്പ് നടത്തിയത്. രോഗികളെ മാറ്റുന്നതിൽ പ്രവർത്തന രേഖ ഇന്ന് സർക്കാരിന് കൈമാറും. 500 കിടക്കകളുള്ള പുലയനാർകോട്ട ആശുപത്രികളിലേക്കാണ് രോഗികളെ മാറ്റുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ തണുപ്പ് കാലത്തും മഴയൊക്കെ പെയ്യുമ്പോഴും ഇങ്ങനെ തറയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തറയിൽ കിടന്ന് ചികിത്സ ചെയ്യുന്ന രോഗികളുടെ എണ്ണം, അതിൽ പലരും കാർഡ്ബോർഡും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ചിലർ വെറും നിലത്ത് കിടക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഈ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 100-ലധികം രോഗികൾ ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയിൽ കിടക്കുന്നുണ്ട്. ഒരു കട്ടിൽ കിടക്കുന്നത് നോക്കൂ. ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും, ഒരാൾ തെക്കോട്ട് ഒരാൾ വടക്കോട്ട് തലവെച്ച് കിടക്കുകയാണ്. ഇങ്ങനെയാണ് പരസ്പരം ഷെയർ ചെയ്ത് നിൽക്കുന്നത്. ചിലരൊക്കെ കയ്യിൽ ഈ പറയുന്ന ഇത് വിട്ടുകൊണ്ട് നടക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എം ജി പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എം ജി പ്രതീഷ്, നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ കിടക്കയില്ലാതെ തറയിൽ കിടക്കുന്ന ഒരു ദുരവസ്ഥ ഒഴിവാക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതിനുള്ള നീക്കങ്ങളാണോ, അതിനുള്ള കണക്കെടുപ്പാണോ ഇപ്പോൾ നടന്നത്? കണക്കെടുപ്പിൽ പറയുന്നത് 1-2 ആളുകളല്ല, 100ഓളം രോഗികൾ ഇങ്ങനെ തറയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്നാണ്. എന്താണ് പരിഹാരം, എം ജി പ്രതീഷ്? അരുൺകുമാർ, കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഈ രോഗികൾ തറയിൽ കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കുമെന്നതാണ്. കിടക്ക രോഗിയുടെ അവകാശമാണ് എന്നതാണ് നിലവിലെ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചില പരിഷ്കാരങ്ങൾ മെഡിക്കൽ കോളേജിൽ നടപ്പാക്കി തുടങ്ങുന്നത്. പ്രധാനമായും മെഡിക്കൽ കോളേജിലുള്ള രോഗികളെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വാർഡിൽ നിന്ന് ഈ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രികളിലേക്ക് രോഗികളെ മാറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രോഗികളെ മാറ്റുന്നതിന് മുമ്പായി മെഡിക്കൽ കോളേജിൽ നടത്തിയ കണക്കെടുപ്പിൽ പ്രതിദിനം 100-ലധികം രോഗികളാണ് തറയിൽ കിടക്കുന്നത്. 100 മുതൽ 120 രോഗികൾ തറയിൽ കിടക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. കാരണം ഈ ട്രിപ്പ് ഇട്ടവരെ രോഗികൾ തറയിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഒരു കട്ടിലിൽ 2 രോഗികളാണ് കിടക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പ്രധാനമായും പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ബാധിച്ചാണ് കൂടുതലും ജനറൽ മെഡിസിൻ വാർഡിലേക്ക് രോഗികൾ എത്തുന്നത്. അങ്ങനെ കൂട്ടമായി രോഗികൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി കിടക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കും. ഇതിന് പിന്നാലെയാണ് ഇതിനൊരു പരിഹാരമായി പുലയനാർകോട്ട ആശുപത്രിയിലേക്ക് ഈ രോഗികളെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന രേഖ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് സർക്കാരിന് കൈമാറും. നാളെ മുതൽ തന്നെ ഈ രോഗികളെ മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും എന്നതാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 500 കിടക്കകളാണ് നിലവിൽ പുലയനാർകോട്ട ആശുപത്രിയിലുള്ളത്. മെഡിക്കൽ കോളേജിലെ തന്നെ ഡോക്ടർമാരുടെയും PG ഡോക്ടർമാരുടെയും സംഘമായിരിക്കും ഈ പുലയനാർകോട്ടയിലും രോഗികളെ പരിശോധിക്കുന്നത്. മാത്രമല്ല, ഈ തിരക്ക് കുറയ്ക്കുന്നതിനായി പ്രധാനമായും മെഡിക്കൽ കോളേജിൽ ബാക്ക് റെഫറൽ ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വരുന്ന രോഗികൾക്ക് അസുഖം ഒരുവിധം ഭേദപ്പെട്ടാൽ പിന്നെ അത് താലൂക്ക് ആശുപത്രിയിലേക്കോ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിലെ തിരക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. രോഗികൾ തറയിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ കഴിയും എന്നതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ രോഗികളെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ പുലയനാർകോട്ടയിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. 100-ലധികം രോഗികളാണ് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യ മേഖല എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രോഗികളുടെ എണ്ണം കൂടുതലാണ്, ഭൗതിക സാഹചര്യം വേണ്ടത്ര ഇല്ല എന്ന് പറയുന്നു. അതേസമയം വയനാട്ടിൽ ഉപകരണങ്ങൾ വാങ്ങി തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയിലാണ്. അവിടെ കൂടുതൽ, ഇവിടെ